കൊട്ടോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അറിവിന്റെ വാതായനങ്ങൾ തുറന്നിട്ട പുസ്തക ലോകത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കാസർഗോഡ് ജില്ലയിലെ വെള്ളരിക്കുണ്ട് താലൂക്കിൽപ്പെട്ട കളാർ പഞ്ചായത്തിലെ ഏക ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളാണ് കൊട്ടോടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ. കൊട്ടോടി പ്രദേശത്തെ ജനങ്ങളുടെ വിദ്യാഭ്യാസ ആവശ്യം നിറവേറ്റുന്നതിനായി ആരംഭിച്ച എഴുത്തുപള്ളിക്കൂടമാണ് പിന്നീട് കൊട്ടോടി സ്കൂളായി ഉയർത്തപ്പെട്ടത്. പുസ്തകങ്ങൾ ഉൾക്കൊള്ളുന്ന വിശാലമായ ലൈബ്രറിയാണ് ഞങ്ങളുടേത്. സ്റ്റോക്ക് രജിസ്റ്റർ, ഇഷ്യൂ രജിസ്റ്റർ, ക്ലാസ് ലൈബ്രറി രജിസ്റ്റർ എന്നിങ്ങനെ രജിസ്റ്ററിനെ 3ആയി തരംതിരിച്ചിട്ടുണ്ട്. കഥ, കവിത, നോവൽ, ബാലസാഹിത്യം, ഹിന്ദി, ഇംഗ്ലീഷ്, സംസ്കൃതം എന്നിങ്ങനെ പുസ്തകത്തെയും തരംതിരിച്ചിട്ടുണ്ട്. ആഴ്ചയിൽ 5 ദിവസവും ലൈബ്രറി പ്രവർത്തിപ്പിക്കാറുണ്ട്. ലൈബ്രറിയുടെ സുഖകരമായ നടത്തിപ്പിനു വേണ്ടി ദിവസവും 3 ക്ലാസുകൾക്ക് വേണ്ടിയാണ് ലൈബ്രറി പ്രവർത്തിക്കുന്നത്. 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികൾ പുസ്തകങ്ങൾക്കായി ഇവിടെ എത്താറുണ്ട്. ഉച്ചനേരങ്ങളിൽ കുട്ടികളുടെ സർഗശേഷി തൊട്ടുണർത്തുന്ന കുട്ടികളുടെ ആകാശവാണിയിൽ വായിച്ച പുസ്തകങ്ങളുടെ ആസ്വാദന കുറിപ്പുകളും തയ്യാറാക്കി വരുന്നുണ്ട്. നമസ്കാരം. കുട്ടികളുടെ ആകാശവാണിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീരഞ്ജിനി. പ്രധാന വാർത്തകൾ. വിദ്യാലയ പരിസരങ്ങൾ ഇനി പുകയില രഹിതം. SSLC +2 പരീക്ഷകൾ പഴയ രീതിയിൽ. നവമലയാളി പുരസ്കാരം സച്ചിദാനന്ദന്. ഈ പുസ്തകം നമ്മെ ചിത്രങ്ങളുടെ ലോകത്തിലേക്ക് കൊണ്ടുപോകുന്നു. പ്രശസ്ത ചിത്രകാരന്മാരെ കുറിച്ചും അവരുടെ ചിത്രങ്ങളെ കുറിച്ചും ഈ പുസ്തകത്തിലുണ്ട്. ആദ്യമായി ചിത്രം വരച്ചത് യൂറോപ്പിൽ ജീവിച്ചിരുന്ന ഒരു പ്രാചീന മനുഷ്യനാണ്. ഇതിലൂടെ ചിത്രങ്ങളുടെ ലോകം വളരെയധികം സുന്ദരമാണെന്ന് എനിക്ക് മനസ്സിലായി. ആൽക്കമിസ്റ്റ്. ഞാൻ വായിച്ച പുസ്തകം ലോകപ്രശസ്ത സാഹിത്യകാരൻ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റാണ്. ആട്ടിപ്പറ്റങ്ങളെ മേച്ചു നടക്കുമ്പോൾ സാന്റിയാഗോ എന്ന ഇടയ ബാലന്റെ കൈപിടിച്ച് ഒരു കുട്ടി അവനെ ഈജിപ്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയും പിരമിഡുകളുടെ സമീപമുള്ള നിധി കാട്ടിക്കൊടുക്കുകയും ചെയ്യുന്നു. സാന്റിയാഗോയ്ക്കുണ്ടാകുന്ന ഈ സ്വപ്ന ദർശനത്തിന്റെ പ്രേരണയിൽ അവൻ യാത്ര തിരിക്കുന്നു. ആൽക്കമിസ്റ്റ് ആ യാത്രയുടെ കഥയാണ്. ജീവിതത്തിലൂടെ സന്ദേഹിയായ മനുഷ്യൻ നടത്തുന്ന തീർത്ഥയാത്ര ഐഹിക ജീവിതത്തിന് ദൈവികമായ സൗന്ദര്യം നൽകുന്ന വഴിയാണ്. അദ്ദേഹത്തിന്റെ മിക്ക കൃതികളും വായനക്കാരുടെ ജീവിതത്തെ ആകെ മാറ്റിമറിക്കാൻ പോകുന്നവരാണ്. അത്തരത്തിലുള്ള ഒരു പുസ്തകമാണ് ആൽക്കമിസ്റ്റ്. ഈ ആകാശവാണി ശ്രവിച്ചവർക്കും അവതരിപ്പിച്ചവർക്കും നന്ദി. വർഷങ്ങളായി കുട്ടികൾ തയ്യാറാക്കുന്ന പതിപ്പുകൾ വായനയ്ക്കായി സ്കൂൾ ലൈബ്രറിയിൽ സൂക്ഷിക്കുന്നുണ്ട്. കൂടാതെ ദിനാചരണങ്ങളോടനുബന്ധിച്ച് പുസ്തക പ്രദർശനങ്ങൾ ലൈബ്രറി സംഘടിപ്പിക്കാറുണ്ട്. 2012 മുതൽ ഏറ്റവും കൂടുതൽ ലൈബ്രറി പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടികൾക്കായി വർഷം തോറും വായനാ ദിനത്തിൽ വിദ്യാരംഗം അവാർഡ് നൽകി വരുന്നുണ്ട്. തിങ്കൾ മുതൽ വെള്ളി വരെയുള്ള ദിവസങ്ങളിൽ ലൈബ്രറി ഉച്ചനേരങ്ങളിൽ തുറന്ന് പ്രവർത്തിക്കാറുണ്ട്. പക്ഷേ സമയത്തിൻ്റെ ഒരു പ്രശ്നം വല്ലാതെ ബാധിക്കുന്നുണ്ട്. കുട്ടികൾ ഒരുപാട് വരാറുണ്ട് വായിക്കാനായിട്ട്. ഇപ്പം തിങ്കളാഴ്ച 4 ക്ലാസ്സുകൾക്കാണ് ലൈബ്രറി വിതരണം പുസ്തകം കൊടുക്കുന്നതിനായിട്ട് ഏർപ്പെടുത്തി കൊടുത്തിട്ടുള്ളത്. 8A, 8B, 9A, 8C അങ്ങനെ 4 ക്ലാസ്സുകൾ. ചൊവ്വാഴ്ച 5A, 5B, 6A എന്നീ ക്ലാസ്സുകൾ. ബുധൻ 9B, 10A, 10B എന്നീ ക്ലാസ്സുകൾ. വ്യാഴാഴ്ച 6B, 7A, 7B എന്നീ ക്ലാസ്സുകളും. വെള്ളിയാഴ്ച +1, +2 LPയിലെ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ വായിക്കാൻ താല്പര്യമെന്ന് ഒരു ലൈബ്രറിയൻ എന്ന നിലയിൽ എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം കുഞ്ഞുങ്ങളാണ് പുസ്തകമായിട്ട് കൂടുതലായിട്ട് ഓടി വരാറുള്ളത്.
മികച്ച രീതിയിലുള്ള ലൈബ്രറി പ്രവർത്തനങ്ങളാണ് നമ്മുടെ സ്കൂളിൽ നടന്നു വരുന്നത്. ക്ലാസ് തലത്തിലും അതുപോലെ തന്നെ സ്കൂൾ തലത്തിലും കുട്ടികളുടെ വായനയെ പരിപോഷിപ്പിക്കുന്നതിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ തന്നെ നടന്നു വരികയാണ്. ക്ലാസ് തലത്തിൽ രക്ഷിതാക്കളിൽ നിന്നും അതുപോലെ തന്നെ അഭ്യുദയകാംക്ഷികളിൽ നിന്നും സ്വരൂപിച്ച പുസ്തകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് കുട്ടികൾ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങൾ, ലൈബ്രറിയുടെ രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ട് ക്ലാസ് ലൈബ്രറി സുഗമമായിട്ട് പ്രവർത്തിച്ചു പോരുന്നു. ഇതിനെല്ലാം പുറമെ പ്രവൃത്തി ദിവസങ്ങളിൽ ഉച്ച സമയത്തുള്ള ഇടവേളകളിൽ നമ്മുടെ സ്കൂൾ ലൈബ്രറിയൻ ബേബി സുധ ടീച്ചറുടെ താല്പര്യപ്രകാരം എല്ലാ ദിവസങ്ങളിലും ഓരോ ക്ലാസ് ഡിവിഷൻ്റെ അടിസ്ഥാനത്തിൽ കുട്ടികൾക്ക് ലൈബ്രറിയിൽ പ്രവേശിക്കുന്നതിനും പുസ്തകങ്ങൾ പരിചയപ്പെടുന്നതിനും പുസ്തകങ്ങൾ ശേഖരിച്ച് വീട്ടിൽ കൊണ്ടുപോയി വായിക്കുന്നതിനുമുള്ള ഒരു സൗകര്യം കൂടി ഏർപ്പെടുത്തിയിട്ടുണ്ട്. കുട്ടികളുടെ വായനയിൽ വർദ്ധിച്ചു വരുന്ന താല്പര്യം തീർച്ചയായിട്ടും അധ്യാപകരായ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രോത്സാഹനജനകമാണ്. കുട്ടികളുടെ വായനക്കുറിപ്പുകൾ ക്ലാസ്സിൽ അവതരിപ്പിക്കുകയും എല്ലാ വർഷവും ഏറ്റവും കൂടുതൽ പുസ്തകങ്ങൾ, ലൈബ്രറി പുസ്തകങ്ങൾ വായിക്കുന്ന കുട്ടികൾക്ക് അസംബ്ലിയിൽ വെച്ച് അവർക്കുള്ള സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു വരുന്നുണ്ട്. മികച്ച വായനാക്കുറിപ്പുകൾ എല്ലാ ദിവസങ്ങളിലും ഉച്ച സമയത്തുള്ള ഇടവേളകൾ നടത്തുന്ന ആകാശവാണിയിൽ, സ്കൂൾ ആകാശവാണിയിൽ വായനാക്കുറിപ്പുകൾ അവതരിപ്പിക്കുകയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വരുന്നുണ്ട്. എല്ലാ തരത്തിലും നമ്മുടെ സ്കൂളിൽ കുട്ടികളുടെ വായനയെ പരിപോഷിപ്പിക്കുന്നതിനായിട്ടുള്ള പരിശ്രമങ്ങൾ എല്ലാ അധ്യാപകരുടെയും സഹകരണത്തോടെ നടപ്പാക്കി വരികയാണ്. ഈ പ്രവർത്തനങ്ങൾ സ്വയം ഏറ്റെടുത്ത് നിർവഹിച്ചു വരുന്ന എല്ലാ അധ്യാപകരെയും അഭിനന്ദിക്കുകയും അവരോടുള്ള നന്ദി ഈ അവസരത്തിൽ അറിയിക്കുകയും ചെയ്യുകയാണ്.